Praise the Lord. 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 Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തില് 26-ാം തിരുവചനത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നതായി നാം വായിക്കുന്നു. ത്രിയേക ദൈവം സംസാരിക്കുകയാണ്. നമുക്ക് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. അടുത്ത വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 1:27 ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. വർദ്ധിച്ചു പെരുകുക, ഭൂമി മുഴുവൻ നിറയുക എന്നൊരു കൽപ്പനയും കൊടുത്തു. ദൈവത്തിൻ്റെ കൽപ്പനയോടനുബന്ധമായി ചില ആനുകൂല്യങ്ങളും കൊടുത്തു. ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ ഇതാ വന്യമൃഗങ്ങളുടെയും ഇഴജീവികളുടെയും ആകാശത്തിലെ പറവകളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അധികാരമെല്ലാം മനുഷ്യന് നഷ്ടപ്പെട്ടു പാപം കടന്നു വന്നപ്പോൾ. എന്നാൽ യേശുക്രിസ്തു വഴി പാപമോചനം കടന്നു വരുമ്പോൾ വീണ്ടും ഈ അധികാരം കർത്താവ് നൽകുന്നുണ്ട്. ലൂക്കാ 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ലൂക്കാ 10:19. ലൂക്കാ 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു കാര്യമാണ് കൃഷിനാശം ചെയ്യുന്ന കീടങ്ങൾ, ചാഴി തുടങ്ങിയ കീടങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ 2-3 ചാഴിയെ പിടിച്ച് ഒരു കുപ്പിയിലാക്കി കൊണ്ടുവന്ന് വികാരിയച്ഛനെ കൊണ്ട് ഒന്ന് വെഞ്ചരിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് ആ ചാഴിയെ വീണ്ടും വയലിൽ കൊണ്ടുപോയി വിട്ട് കഴിയുമ്പോൾ പ്രദേശത്തുള്ള ചാഴിയെല്ലാം അപ്രത്യക്ഷമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അധികാരം തിരുസഭയ്ക്ക്, പൗരോഹിത്യത്തിന്, അപ്പസ്തോലന്മാർക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. ഇന്ന് എന്താ സംഭവിക്കുക? കപ്പളത്തിന് കപ്പളങ്ങയ്ക്ക് കേടാണെങ്കിൽ കപ്പളം വെട്ടിക്കളയാനേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവയ്ക്കൊക്കെ എതിരായിട്ടുള്ള പ്രതിവിധി തിരുസഭയ്ക്കും പൗരോഹിത്യത്തിനും നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകും. തെങ്ങിന് കേടുവരുന്നു, കവുങ്ങിന് കേടുവരുന്നു, നേരെ കവുങ്ങ് വെട്ടിക്കളയുക, അല്ലെങ്കിൽ നോക്കി നിന്ന് സങ്കടപ്പെടുക. അത്രയേ ഇന്നത്തെ ആൾക്കാർക്ക്, കുറേ പേർക്ക് അറിയത്തുള്ളൂ. നമ്മുടെ വിശ്വാസതലം ഇനിയും ഉണർന്നെഴുന്നേൽക്കേണ്ടതുണ്ട്. ആദത്തിനും ഹവ്വായിക്കും ദൈവം വലിയ അധികാരം കൊടുത്തു, മനുഷ്യർക്കെല്ലാവർക്കും. പക്ഷേ പാപം കടന്നു വന്നപ്പോൾ ഈ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു. ഈ വിഷജീവികളെല്ലാം നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങി. തേളും പഴുതാരയും കൊതുകും എല്ലാം വന്ന് നമ്മളെ ഉപദ്രവിക്കും. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചെടുക്കുന്നത് വരെ ഈ ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കൊതുക് വന്ന് കൊത്തും, മറ്റ് ജീവികൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്തും. വചനം പഠിക്കുക, വചനം ഏറ്റുപറയുക, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക, യേശുവിന് ജീവിതം അടിയറ വെക്കുക. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല. അല്ലെങ്കിൽ രോഗാണുക്കളും വൈറസുമെല്ലാം നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. നമുക്ക് അവയുടെ മേൽ കർത്താവ് അധികാരം നൽകിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചാലക്കുടിയിൽ ഒരു വീട്ടിൽ ചുറ്റും ചതുപ്പ് നിലമാണ്. ഒരുപാട് കൊതുകൊണ്ട് വീട്ടിലെല്ലാം കൊതുക് കയറും.
ഭക്ഷണം കഴിക്കാൻ വാ വിളിച്ചാൽ ഭക്ഷണത്തിന് മുമ്പ് തന്നെ കൊതുക് വായിക്കകത്ത് കയറും. അതിന് മാത്രം കൊതുകുള്ള വീട്ടിലെ വീട്ടുടമസ്ഥൻ ഇച്ചിരി സാമ്പത്തികമൊക്കെ ഉള്ളയാളാണ്. അയാൾ എറണാകുളത്ത് പോയി 50,000 രൂപയുടെ കൊതുക് വല വാങ്ങിച്ച് വീട് മുഴുവൻ കൊതുക് വല കൊണ്ട് പൊതിയാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ വചനം പറഞ്ഞു കൊടുത്തു. ഭാര്യയും ഭർത്താവും കൂടെ ഈ വചനമേറ്റി ചെല്ലുക. ലൂക്കാ 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. 3 പ്രാവശ്യം കാലത്തും 3 പ്രാവശ്യവും വൈകുന്നേരവും ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റേയാൾ ഏറ്റു ചെല്ലുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, കൊതുക് പുറത്തുണ്ട്, ഇപ്പോൾ അകത്ത് കയറുന്നില്ല. അകത്ത് കയറിയാൽ ചത്ത പോലെ ഇരിക്കുകയുള്ളൂ, പറക്കാനൊന്നും പറ്റുന്നില്ല. ദൈവവചനത്തിൻ്റെ ശക്തി ആ വീട്ടിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 കൊല്ലമായിരിക്കുന്നു. കൊതുക് അകത്ത് കയറുന്നില്ല, കയറിയാൽ ചത്ത പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് അനന്തമായ ശക്തിയുണ്ട്. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയ കൂദാശകൾക്ക് ശക്തിയുണ്ട്. ദൈവവചനത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് 7 കൂദാശകളും. കൂദാശകൾക്ക് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും. കുമ്പസാരമെന്ന കൂദാശയുടെ ഉറവിട വചനമാണ്, അധികാര വചനമാണ്. അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും. ഒരിക്കല് ഖാലിദ് എന്നു പേരുള്ള ഒരു മുസ്ലിം ആന്ധ്രയിൽ നിന്ന് ധ്യാനം കൂടാൻ വന്നു. അദ്ദേഹം 1 കൊല്ലം മുമ്പ് ആന്ധ്രാപ്രദേശിൽ വെച്ച് മാമോദീസ സ്വീകരിച്ച മുസ്ലിമാണ്, എക്സ് മുസ്ലിം. അപ്പം അദ്ദേഹം പറഞ്ഞു, 6 മാസമായിട്ട് കാലിൽ ഒരു വ്രണമുണ്ടായിരുന്നു, സുഖപ്പെടാത്ത വ്രണം. അതുകൊണ്ടാണ് ആന്ധ്രയിൽ നിന്ന് ആരോ പറഞ്ഞിട്ട് ഈ ധ്യാനത്തിൽ സംബന്ധിക്കാൻ വന്നത്. ചൊവ്വാഴ്ച ദിവസം കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ വ്രണം ഉണങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. 7 കൂദാശകൾക്കും അടിസ്ഥാനമായി നിൽക്കുന്നത് ദൈവവചനമാകയാൽ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകവും തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരവും രോഗശാന്തിയും സംഭവിക്കാറുണ്ട്. ഈശോ യോഹന്നാൻ 11:40 പറഞ്ഞു, വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. എല്ലാവരും പറഞ്ഞേ, വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദവും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പദ്ധതി? നിങ്ങൾ വർദ്ധിച്ചു പെരുകി ലോകം മുഴുവൻ നിറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യക്കാണ് അമേരിക്കയേക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ളത്. ജനസംഖ്യ കൂടുതലുള്ള ചൈനയ്ക്കാണ് അമേരിക്കൻ രാജ്യങ്ങളെക്കാൾ, യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ, ഓസ്ട്രേലിയയേക്കാൾ സാമ്പത്തിക മെച്ചമുള്ളത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പല കാരണത്താൽ ചില സാമ്പത്തിക തകർച്ച ചില രാജ്യങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഊഹിക്കുകയാണ്. ദൈവകൽപ്പന ലംഘനം പെരുകിയെടുത്ത് റിസഷൻ, സാമ്പത്തിക മാന്ദ്യം വന്നു. ദൈവകൽപ്പന ലംഘനം, ദൈവത്തിൻ്റെ കരം അവരെ താങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് സാമ്പത്തിക മാന്ദ്യം കൂടിയത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന കൽപ്പനകൾ അവ പരിശുദ്ധമാണ്, അനന്ത മൂല്യമുള്ളതാണ്. കൽപ്പനകൾ അനുസരിക്കുക. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറയണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് മക്കളെ,
വിവാഹത്തിനൊരുക്കുമ്പോൾ അവരോട് പറയണം, കുഞ്ഞുങ്ങൾ നിങ്ങളെ വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ്. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ദൈവമക്കളായി വളർത്തണം. ഇപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ട, പിന്നെ മതി എന്ന് കരുതി നീട്ടിവെക്കാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ല. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സൗകര്യത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലദൈർഘ്യം ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ച് നീട്ടിവെക്കാമെങ്കിലും ഒരു കുഞ്ഞ് ഇപ്പം വേണ്ട എന്ന് സ്വന്തമായി തീരുമാനിക്കാൻ ആർക്കും അവകാശമില്ല. 1 മതി 2 മതി എന്ന് തീരുമാനിക്കുവാനും ഒറ്റയ്ക്ക് അവകാശമില്ല. വിവാഹ ജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത് സൗജന്യദാനമായി ഭാര്യയെയും ഭർത്താവിനെയും ഒരുക്കി തരുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ്: നിങ്ങൾ വർദ്ധിച്ചു പെരുകണം, ഭൂമി മുഴുവൻ നിറയണം. കൈകൾ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർദ്ധിച്ചു പെരുകുക എന്ന നിയമം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 28:19 ഈശോ പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുവിൻ. ഇതാ ലോകാവസാനത്തോളം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തില് 15-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കുക, ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപദുശീലങ്ങൾ, ദുഃഖ ഭയ ബന്ധനങ്ങൾ വിട്ടുപോകും. ജീവിത നൈരാശ്യം വിട്ടുപോകും. ആത്മഹത്യാ ചിന്തകൾ വിട്ടുപോകും. പിശാചിൻ്റെ മേൽ അധികാരം, രോഗങ്ങളുടെ മേൽ അധികാരം ദൈവം നമുക്ക് നൽകുന്നു. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ലൂക്കായുടെ സുവിശേഷം 24:47-49 ഈശോ ശിഷ്യന്മാർക്ക് അന്ത്യ സന്ദേശം നൽകുകയാണ്. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങളിതിന് സാക്ഷികളാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രേഷ്ഠമായ ആത്മീയ വെളിപ്പെടുത്തലുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകുകയാണ് ദൈവം. നമ്മളെ ദൈവം വിളിച്ചു കൂട്ടുമ്പോൾ ഒരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒന്ന്, നമ്മുടെ വിശുദ്ധീകരണം, നമുക്ക് ആന്തരിക സൗഖ്യം നൽകുക, നമുക്ക് മനസ്സമാധാനം നൽകുക, നമുക്ക് ദൈവസ്നേഹം നൽകുക. 2, നമുക്ക് പ്രേക്ഷിത ദൗത്യം നൽകുക. നമ്മുടെ ജീവിതം വഴി, നമ്മുടെ സാക്ഷ്യ ജീവിതം വഴി അനേകർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരണം, നിത്യരക്ഷയിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കേരള സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹ വർഷം ഈ നാളുകളിൽ ദൈവം നമ്മുടെ ഇടയിൽ ചെയ്തിട്ടുണ്ട്. ധ്യാനത്തിൽ സംബന്ധിക്കുന്ന അനേകം പേർക്ക് മദ്യപാനം മറ്റു ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ വെച്ച് മദ്യപാനം, പുകവലി മുതലായ ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയവർ ഒന്ന് കൈപൊക്കുക. മദ്യപാനം, പുകവലി മുതലായ ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ ദൈവം കൃപ നൽകി. അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. അവരെ മുൻവശത്തേക്ക് വരിക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന്, ദൈവവചന ശക്തിയുടെ അഭിഷേകത്തിൻ്റെ പ്രവർത്തനത്തിന് ഇതാ ജീവനുള്ള സാക്ഷികളായിട്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇപ്പോൾ കടന്നു വരിക. മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യം. മദ്യപാന ലഹരിക്ക് അടിമപ്പെടുമ്പോൾ പൈശാചിക പീഡ വന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് കൊണ്ട് ഒരിക്കൽ മദ്യപാനം തുടങ്ങിയവർക്ക് സ്വന്തം കഴിവുകൊണ്ട് അതിൽ നിന്ന് വിട്ടുപോരാൻ പ്രയാസമാണ്. അതിനാൽ ദൈവ വചന പ്രഘോഷണം കേൾക്കുമ്പോൾ മദ്യപാന ബന്ധനവും പൈശാചിക പീഡകളും വിട്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ഏറ്റവും വലിയ, ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനം ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിക്ക്. ഈ ധ്യാനത്തിൽ വെച്ച് നിങ്ങൾ മദ്യപാനം ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തുക, എഴുന്നേറ്റ് നിൽക്കുക. അവരെല്ലാം ഈ ഗ്രൂപ്പിനോട് വന്ന് ചേരുക. ഇതാ ജോവേൽ പ്രവാചകന്റെ പ്രവചനത്തിൽ ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ നാളുകളിൽ പൂർത്തിയാവുകയാണ്. എൻ്റെ ആത്മാവിനെ എല്ലാ ജഡത്തിൻ്റെ മേലും ഞാൻ വർഷിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വർഷം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ വർഷിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി തിന്മയുടെ മേൽ വിജയം കിട്ടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. കോടിക്കണക്കിന് ആൾക്കാർ മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റ് ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് തലച്ചോറ് തകർന്ന് കുടുംബത്തിനും രാഷ്ട്രത്തിനും ദുഃഖ കാരണമായിത്തീരുന്നു, പ്രയോജനരഹിതരായിത്തീരുന്നു, ശല്യ കാരണമായിത്തീരുന്നു. ഇങ്ങനെയുള്ള മദ്യപാന ബന്ധനം കടന്നു വരുന്നതിന് ഒരു കാരണം മദ്യവ്യവസായികളും മദ്യവിൽപ്പനക്കാരുമാണ്. അവരെ നമ്മൾക്ക് സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എന്നാൽ ആ തൊഴിലിൽ നിന്ന് അവർക്ക് പിന്മാറാൻ ഒരു ശക്തി കിട്ടണം. വലതുകരം ഉയർത്തി മദ്യവ്യവസായികൾ, മദ്യവിൽപ്പനക്കാർ, നല്ലവനായ ദൈവം, സർവശക്തനായ ദൈവം അവർക്ക് മറ്റേതെങ്കിലും ജോലി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകായിരങ്ങൾക്ക്, അനേക കോടി മക്കൾക്ക് കുടുംബനാശവും സാമ്പത്തിക തകർച്ചയും ആരോഗ്യനാശവും കൊണ്ടുവരുന്ന മദ്യവിൽപ്പന ബിസിനസ്സിൽ നിന്ന് അവർ പിന്മാറട്ടെ. അതിനോട് അറപ്പും വെറുപ്പും അവർക്ക് ലഭിക്കട്ടെ. തിരുരക്ത കടലിൽ കർത്താവേ അവരെ മുക്കണമേ, ഞങ്ങളെ മുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ മദ്യവിൽപ്പനക്കാരുടെയും മദ്യപാനികളുടെയും ചുറ്റും നവവൃന്ദ മാലാഖമാരെ നിർത്തി, കോടാനുകോടി മാലാഖമാരെ നിർത്തി സാത്താൻ്റെ പ്രേരണകളിൽ നിന്ന് യുദ്ധം ചെയ്തെന്നോണം അവരെ മോചിപ്പിച്ച് സ്വതന്ത്രമാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കോടാനുകോടി മാലാഖമാരുടെ സഹായം അവർക്ക് ചുറ്റും ഉണ്ടാകട്ടെ. തിന്മയ്ക്ക് അടിമപ്പെടാതെ അവർ നന്മയുടെ പാതയിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമുക്ക് എല്ലാവർക്കും കൈ ഉയർത്തി കൈയടിച്ച് ഈ അതിമനോഹരമായ ഈ സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഈ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനം കൂടിയപ്പോഴോ മദ്യപാനമൊക്കെ ഉപേക്ഷിക്കുമ്പോൾ രോഗശാന്തി കിട്ടിയവരുണ്ട്. ശാരീരിക രോഗശാന്തി വിട്ടുപോയവർ അവരൊന്ന് കൈ ഉയർത്തി കാണിച്ച്. ശാരീരിക രോഗങ്ങൾ സുഖപ്പെട്ടവർ രണ്ട് കൈ ഉയർത്തി അവരൊന്ന് കൈവച്ച് കാണിച്ച്. യേശുനാഥൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഇവർക്ക് ശാരീരിക രോഗശാന്തി കിട്ടി. 10 പേർക്ക്. ഇനിയും എല്ലാവർക്കും തന്നെ ആന്തരിക സൗഖ്യവും പരിശുദ്ധാത്മാഭിഷേകവും ലഭിക്കുന്നു. നമുക്ക് നന്ദി പറയാം. സാക്ഷ്യപ്പെടുത്താൻ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് 2 നേരം മദ്യപാന അവസ്ഥയോർത്ത് കർത്താവ് സുഖപ്പെടുത്തിയതോർത്ത് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്കും അനേകായിരം പേർക്കും വേണ്ടിയും പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ശീലവും ആത്മീയ പരിശീലനവും നമുക്കുണ്ടാകുന്നത് നല്ലത്. ചിലപ്പോൾ അതിന് സാധിക്കില്ല. വീട്ടിലിരുന്ന് കാലത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴേ 1-2 കൊന്ത ചൊല്ലി ആ കുറവ് നികത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജപമാല ചെല്ലുമ്പോഴും പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. അനേകർക്ക് ലഭിക്കും. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകുക. നിങ്ങൾ പ്രത്യേകം നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നല്ലവനായ ദൈവം കേരളത്തിന്, ഭാരതത്തിന് ഇങ്ങനെയുള്ള ധ്യാന ശുശ്രൂഷയുടെ അനുഗ്രഹം നൽകി. ലോകത്തിൽ 4700 മെത്രാന്മാരുടെ, കാത്തലിക് മെത്രാന്മാരുടെ എണ്ണമാണ് തൽക്കാലം പറയുക. ഇനി അതുപോലെയുള്ള എല്ലാ സഭാവിഭാഗത്തിലെയും മെത്രാന്മാരെയും നമുക്ക് ഉൾപ്പെടുത്താം. എല്ലാ രൂപതകളിലും വചന പ്രഘോഷണ ശുശ്രൂഷകളും ധ്യാന മന്ദിര ശുശ്രൂഷകളും ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവും അപ്പസ്തോലന്മാരും തങ്ങളുടെ പ്രേക്ഷിത വേല ചെയ്തത് പരിശുദ്ധാത്മ അഭിഷേകത്തോടും അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും രോഗശാന്തികളോടും കൂടിയാണ്. ലോകമെമ്പാടുമുള്ള 4.5 ലക്ഷം വൈദികർക്കും ഇതേ കൃപ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 4.5 ലക്ഷം വൈദികര്, 8 ലക്ഷം സന്യസ്തര്, 32 ലക്ഷം അൽമായ പ്രേക്ഷിതര്, 110 കോടി കത്തോലിക്കര്, എല്ലാവരും കൂടി 200 കോടി ക്രിസ്ത്യാനികള്, എല്ലാവർക്കും യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ ആദിമ സഭയുടെ ചൈതന്യം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 120 കോടി മുസ്ലിങ്ങൾ, 83 കോടി ഹിന്ദുക്കൾ, 14 കോടി ബുദ്ധമതക്കാർ, എല്ലാവർക്കും കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യാഭിഷേകം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള ദരിദ്രര്, ദുഃഖിതര്, ഭവനമില്ലാത്തവർ, കുടുംബ തകർച്ചയുള്ളവർ, കടബാധ്യതയുള്ളവർ, അവർക്കെല്ലാവർക്കും അനന്തയോഗ്യതയുള്ള ഈ ദിവ്യബലിയിൽ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വർഷിക്കപ്പെടുന്ന ദിവ്യബലിയിൽ എല്ലാ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.